എക്സോർസിസിന് മുമ്പ് അച്ഛൻ ഇപ്പോൾ നാളെ ഇപ്പം അങ്ങനെ അത്തരത്തിലൊരു കാര്യമുണ്ടെങ്കിൽ അച്ഛൻ അതിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. സഭ പറയുന്നത് എൻ്റെ തലേ ദിവസം വീട്ടുകാർ ഉപവസിച്ച് പ്രാർത്ഥിക്കണം, അവരെല്ലാവരും കുമ്പസാരിച്ചിരിക്കണം. ഇത് നടത്താൻ പോകുന്ന വൈദികൻ തലേ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം, പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം ആവശ്യമായ ഒരുക്ക പ്രാർത്ഥനകളൊക്കെ ചെയ്തതിന് ശേഷമേ വീട്ടിലേക്ക് പോകാവുള്ളൂ. പറ്റുമെങ്കിൽ ഈ വൈദികനും കുമ്പസാരിച്ച് ആ കുർബാനയിൽ അദ്ദേഹം തന്നെ അർപ്പിക്കുന്ന കുർബാനയൊക്കെ സ്വീകരിച്ച് ഒരുങ്ങി പോകാവുള്ളൂ. ഇത് രണ്ട് സ്ഥലത്തും ഇതിൻ്റെ അത് സ്വീകരിക്കുന്ന വ്യക്തിക്കും കൊടുക്കുന്ന വ്യക്തിക്കും ഒരുക്കം ആവശ്യമുണ്ട്. ഇതിന് പ്രത്യേക പ്രാർത്ഥനകൾ സഭ നൽകിയിട്ടുണ്ടോ? സഭയിൽ ഭൂതോച്ചാടന പ്രാർത്ഥനയുണ്ട്. അത് എക്സോർസിസം നടത്തുന്ന അച്ഛന് മാത്രമേ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതിന് നമ്മൾ സഭയിൽ പറയുന്നത് സോളം സാക്രമെൻ്റൽ, മോസ്റ്റ് സോളം സാക്രമെൻ്റലാണ് ഈ എക്സോർസിസം പ്രാർത്ഥന. അതായത് കൂദാശ അനുകരണത്തിൽ വീട് വെഞ്ചരിപ്പ് ഒരു കൂദാശ അനുകരണമാണ്. പക്ഷേ അതൊക്കെ സാധാരണ കൂദാശ അനുകരണങ്ങളാണ്. ഇതൊരു അസാധാരണമായ ആഘോഷമായ ഒരു കൂദാശ അനുകരണമാണ്. ദിസ് ഈസ് മോസ്റ്റ് സോളം സാക്രമെൻ്റൽ ഇൻ ദ കാത്തലിക് ചർച്ച്. ആ ഒരു പ്രാർത്ഥന ചെല്ലാനായിട്ട് ഒരു വൈദികന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു വൈദികനെ മാത്രമേ എക്സോർസിസായിട്ട് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുള്ളൂ. അൽമായർക്ക് സാധിക്കില്ല. അൽമായർ എക്സോർസിസം പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അവർ പ്രൈവറ്റ് എക്സോർസിസ്റ്റാണ്. എന്തെങ്കിലും കോൺസിക്വൻസോ അല്ലെങ്കിൽ തിക്തഫലങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ സഭ അതിന് ഉത്തരവാദിത്വം വഹിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ ധാരാളം നഷ്ടങ്ങളോ നാശങ്ങളോ ഒക്കെ സംഭവിക്കാം. ഈ വ്യക്തികളിൽ സ്വീകരിക്കുന്ന വ്യക്തികളിലുണ്ടാകാം, ഈ നടത്തുന്ന വ്യക്തികളിലുണ്ടാകാം. അങ്ങനെ പലരൊക്കെ ഈ ഭൂതോച്ചാടനമൊക്കെ നടത്തി ചെറുപ്പകാലത്ത് തന്നെ മരിച്ചു പോയവരുണ്ട്. കേരളത്തിലും കുറേ ബ്രദേഴ്സൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, സിസ്റ്റേഴ്സും മരിച്ചു പോയിട്ടുണ്ട് കരിസ്മാറ്റിക് ഫീൽഡിൽ തന്നെ. അവരൊക്കെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഭൂതോച്ചാടനം നടത്തുന്നവരാണ്. ഈ പെന്തക്കോസ്ത് സഭകളിലും അതുപോലെ തന്നെ പ്രോട്ടസ്റ്റന്റ് സഭകളിലൊക്കെ പാസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ശബ്ദമൊക്കെ ഉയർത്തി പ്രാർത്ഥിച്ച് പിശാചിനെ ബഹിഷ്കരിക്കാറുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ പലരുടെയും മക്കൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, ഇവർക്ക് തന്നെ ഭയങ്കര പീഡകളുണ്ടാകുന്നു. ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. കാത്തലിക് എക്സോർസിസ്റ്റ് ആണെങ്കിൽ സഭയിൽ നിന്ന് അധികാരം സ്വീകരിച്ചു, ക്രിസ്തുവിൻ്റെ അധികാരം എടുത്ത് ഉപയോഗിക്കുന്നു, ഒരു മെത്രാൻ അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ആ അവസ്ഥയിൽ 0 ലെവലിലുള്ള കോൺസിക്വൻസേ ഉണ്ടാകുന്നുള്ളൂ. സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയിലും കൊടുക്കുന്ന വ്യക്തിയിലും പിശാചിനൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം സഭയ്ക്കെതിരായിട്ട് പിശാചിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നരകവാതിലുകൾ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 18-19 ബന്ധിക്കാൻ ബഹിഷ്കരിക്കാനുള്ള അധികാരം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു. സഭ ആ അധികാരം ഒരു വൈദികനെ ഏൽപ്പിക്കുന്നു. സഭയ്ക്കെതിരെ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവും സഭയുമാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുന്നത്. ബോംബെയിൽ നിന്ന് ഒരാൾ ധ്യാനിക്കാനായിട്ട് ഇവിടെ വന്നു. അദ്ദേഹം 26 ആളുകളെ ദുർമന്ത്രവാദം ചെയ്ത് കൊന്നിട്ടുണ്ട്, ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കൊലപാതകം നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇദ്ദേഹം ചെയ്യുന്നത് 2-3 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെയൊക്കെ മന്ത്രവാദമാണ് ചെയ്യുന്നത്. മന്ത്രവാദം ചെയ്യാനായിട്ട് അധികം പൈസയുടെ ചിലവ് വരുന്നില്ല. ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് 20,000, 30,000, 50,000 ഒക്കെ മന്ത്രവാദികൾ വാങ്ങിക്കാം. പക്ഷേ ഇതിന് വരുന്ന ചിലവ് 80 സീലുകളുള്ളതിൽ ഏതെങ്കിലും ഒരു സീല്, ഒന്ന് മരണത്തിനുള്ളതാണ്, ഒന്ന് ആക്സിഡൻറ്റ് വരുത്താനുള്ളതാണ്, വേറൊന്ന് സാമ്പത്തിക നഷ്ടം വരുത്താനുള്ളതാണ്. അതിലേതെങ്കിലും ഒരു പൈശാചിക സീലെടുത്തിട്ട് ആളുടെ പേരെഴുതി അതിലൊരു സീല് വെച്ച് അല്പം രക്തം ചേർത്ത് ഒരു സൈൻ ഇടുകയാണെങ്കിൽ അതെന്തിനു വേണ്ടി എന്താണോ ഉദ്ദേശിച്ചത് അത് അവിടെ പോയി ഈ പിശാചി പ്രവർത്തിക്കും. അതിന് 2 രൂപയുടെ ചിലവേ ഉള്ളൂ. പക്ഷേ അത് 20,000 രൂപയൊക്കെ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ദുർമന്ത്രവാദം ചെയ്യാൻ ഇത്രയേ ചിലവുള്ളൂ. അതൊരു ദുർമന്ത്രവാദിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ദുർമന്ത്രവാദം ചെയ്യുമ്പോൾ 26 ആളുകളെ ഈ മനുഷ്യൻ അങ്ങനെ കൊന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി, ഇവിടെ വന്ന് മാനസാന്തരപ്പെട്ടു, കുമ്പസാരിച്ചു, കുർബാനയൊക്കെ സ്വീകരിച്ചു. ഇയാൾ തിരിച്ചുപോയി. ഇനി ഒരു കാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യുകയില്ല. ഇപ്പോൾ 5-10 വർഷമായിട്ട് ഇയാളത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പറയും, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും, നാളെ നീ അനുഭവിക്കും എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. പിറ്റേ ദിവസം ഈ സംഭവം എല്ലാം ഉണ്ടാവുകയും ചെയ്യും. ആക്സിഡൻറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം, അല്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കാം. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കാണെങ്കിൽ എല്ലാ നഷ്ടങ്ങളും ഉണ്ടാകാം, പക്ഷേ മരണം അല്ലെങ്കിൽ ഈ കൊലപാതകം നടക്കുകയില്ല.